തടസ്സങ്ങളില്ല. ഒരു കേന്ദ്ര പദ്ധതികളും കേരളത്തിൽ തടയപ്പെടുന്നില്ല. അപ്പം പിണറായി വിജയൻ തന്നെ തുടർന്നാലും BJP നാഷണൽ ലെവലിൽ അവരുടെ വിഷൻ നടപ്പിലാക്കാൻ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ലെവലിൽ BJP എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, ഒരിക്കലും നടക്കുക. അപ്പം ഇവർക്ക് തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ CPM തുടർന്നാലും BJPയുടെ വിഷൻ തടസ്സപ്പെടുന്നില്ല, BJPയുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമില്ല. കാര്യം ഇതൊരു കേരളത്തിൽ മാത്രം ചുരുങ്ങി കിടക്കുന്ന ഒരു സ്റ്റേറ്റ് പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞു. അടിസ്ഥാനപരമായിട്ട് നാഷണൽ പാർട്ടി എന്ന് പറയുന്ന ഒരു പേരിന് നിൽക്കുകയാണെങ്കിലും ഇപ്പോൾ ഇവിടേക്ക് മാത്രം അത് ചുരുങ്ങി കഴിഞ്ഞു. അപ്പം BJPയുടെ വിഷന് തടസ്സം ചെയ്യാത്ത ഒരാശയം ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും കേരളത്തിലെന്നുണ്ടെങ്കിൽ അവർ തുടർന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നവർ ചിന്തിക്കുന്ന തെറ്റില്ല. കാര്യം എന്താണെന്ന് അറിയുമോ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഈ പദ്ധതികൾ തടസ്സമില്ലാതെ എല്ലാ സംസ്ഥാനത്തും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ആവശ്യം. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുറന്നാലും കുഴപ്പമില്ലാന്ന് കേന്ദ്രം ചിന്തിച്ചാൽ അതിനെ മറ്റർത്ഥത്തിലൊന്നും നമ്മൾ കാണണ്ട. അതൊരു രാജ്യത്തെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പദ്ധതികൾ ഫലപ്രദമായ ജനങ്ങൾ ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മേളിൽ എന്ന് പറയുന്നത് ഈസിലി ഇവിടെ നടന്നു പോയിക്കൊണ്ടേയിരിക്കും. മറ്റേത് അദാനിക്ക് രാഹുൽ ഗാന്ധിയായിട്ടും ചർച്ച നടത്തേണ്ടി വരും. തീർച്ചയായിട്ടും ഇവിടെ തീർക്കാൻ പറ്റത്തില്ല. ചർച്ച നടത്താൻ പോകുമ്പോൾ നാഷണൽ ലെവലിൽ ചർച്ച നടത്തേണ്ടി വരും. പല പദ്ധതികൾക്കും ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവകാശങ്ങളൊക്കെ ആവശ്യം വരും. അതുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കാൻ BJP ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുറന്നാലും കുഴപ്പമില്ല.